റെമോൺടാഡ. നമ്മൾ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് കേട്ട വാക്ക് റെമോൺടാഡ. തിരിച്ചു വരും, കം ബാക്ക്. ഇത് മാത്രമോ? സ്റ്റേഡിയത്തിൻ്റെ റൂഫ് ക്ലോസ് ചെയ്യുന്നു, കോർണർ ഫ്ലാഗിൽ 15 ചാമ്പ്യൻസ് ലീഗ് എന്നുള്ള ഫ്ലാഗ് വെക്കുന്നു. പിന്നെ അവരുടെ ടണൽ അറിയാമല്ലോ, ഈ ടണലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവരുടെ വാളിൽ ഫുൾ അവർ നേടിയ കപ്പുകളുടെ എണ്ണവും പോസ്റ്റേഴ്സും, പിന്നെ അവരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിൽ 90 minutes ഈസ് എ ലോങ് ടൈം ഇൻ ബെർണബൗ. എന്തൊക്കെ ബഹളമായിരുന്നു, ഇത്രയും ബിൽഡപ്പ് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഒരു കളിക്കും ഞാൻ കണ്ടിട്ടില്ല. വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ പോലും ഞാൻ ഇത്രയും ബിൽഡപ്പ് കണ്ടിട്ടില്ല. അതേസമയം ആർസനൽ നോക്കുകയാണെങ്കിൽ ആ ട്രെയിനിങ് സെഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, വളരെ കാം ആൻഡ് കൂളായിട്ടുള്ള ട്രെയിനിങ് സെഷനുകൾ. അർട്ടറ്റ റോണ്ടോയിൽ പങ്കെടുക്കുന്നു, ആ റോണ്ടോ ഫെയിലിയറിൽ അർട്ടറ്റ പുഷപ്പ് എടുക്കുന്നു. പിന്നെ ആകെ ചെയ്തൊരു എക്സ്ട്രാ കാര്യം എന്ന് പറയുന്നത്, ഈ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഇല്ല സർക്കസ് മ്യൂസിക് ഇട്ടായിരുന്നു. ഇത് ഞാൻ വിചാരിച്ചോ, ഞാൻ ഇത്രയും കാലം എൻ്റെ അറിവ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു എന്താ പറയുന്നത്, ഇത് ഇറ്റ്സ് എ ഫണ്ണി തീം എന്നുള്ളൊരു സാധനമായിട്ടാണ് ഞാൻ ഇത്രയും കാലം കരുതിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്നാൽ അതങ്ങനല്ല. അതെന്ന് പറയുന്നത് എൻട്രി ഓഫ് എ ഗ്ലാഡിയേറ്റർ എന്നാണ് ആ സോങ്ങിൻ്റെ പേര് തന്നെ, ആ മ്യൂസിക്കിൻ്റെ പേര് തന്നെ ദ എൻട്രി ഓഫ് എ ഗ്ലാഡിയേറ്റർ എന്നാണ്. അപ്പം അർട്ടറ്റ ടീമിനെ മെൻറ്റർ ചെയ്തത് ബേസിക്കലി, നിങ്ങൾ ഗ്ലാഡിയേറ്റേഴ്സാണ്, നിങ്ങൾ ഇറങ്ങാൻ പോകുന്നത് ബെർണബൗ എന്ന അരീനയിലേക്കാണ്. യു ഗൈസ് ആർ ദ ഗ്ലാഡിയേറ്റേഴ്സ് ആൻഡ് യു ഗൈസ് ആർ എൻട്രിങ് ഇൻ ടു ദാറ്റ് അരീന എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി കോച്ചിങ് ഉണ്ടായിരുന്നു. അതല്ലാതെ ഈ പറയുന്നതിൻ്റെ കൂട്ടി ഇൻസ്റ്റഗ്രാം ഡ്രാമകളോ അവരുടെ ഫാൻസ് നമ്മുടെ ബസ് കത്തിച്ചില്ലെന്നേ ഉള്ളൂ. എൻ്റെ അമ്മേ, എന്തൊരു വരവേൽപ്പായിരുന്നു, പേടിപ്പിച്ച് കളഞ്ഞു ആൾക്കാരെ. അങ്ങനെ ഗെയിമിലേക്ക് വരുമ്പോൾ എന്താ, അവർക്ക് വേണ്ടത് ഇതായിരുന്നു, ഫസ്റ്റ് 10 minutesനുള്ളിൽ ഒരു ഗോൾ അടിക്കുക എന്നുള്ളത്. 3ാമത്തെ മിനിറ്റിൽ തന്നെ അവർ ഗോൾ അടിക്കുന്നു എംബാപ്പയുടെ വക. എന്നാൽ അത് ഓഫ് സൈഡാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഓഫ് സൈഡ് അല്ലെന്ന് ഇപ്പോഴും കുറേ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കിടന്ന് പറയുന്നുണ്ട് അത് ഓഫ് സൈഡ് അല്ലെന്ന്. എന്തൊരു ഡിഫറൻസാണ്, അത് ക്ലിയർലി ഓഫ് സൈഡാണ്. എനിവേ അങ്ങനെ ഒരു ഗോൾ അടിക്കുന്നു, പക്ഷേ അത് VAR ഓവർടേൺ ചെയ്യുന്നു. 10ാമത്തെ മിനിറ്റ് ആർസനലിന് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, പെനാൽറ്റി. മെറീനോനെ ഫൗൾ ചെയ്തതിന് പെനാൽറ്റി. ആ പെനാൽറ്റി സാക്ക എന്ത് കാണിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ആ ഗോൾ അടിക്കുമായിരുന്നെങ്കിൽ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഒരു ആർസനൽ ഫാൻസിനും ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു. അവിടെ തീർന്നേനെ കളി, അവിടെ തീർന്നേനെ. അത് വേസ്റ്റ് ചെയ്ത് എന്ന് തന്നെ പറയണം. ഹി വാസ് ട്രൈങ് സംതിങ് ക്യൂട്ട്, ഇങ്ങനെ ചിപ്പ് ചെയ്ത് പെനങ്ക ചെയ്യാനാണ് നോക്കി. എനിക്ക് അത് എനിവേ ഇറ്റ് വാസ് എ റോങ് ഡിസിഷൻ. ഓക്കെ, അത് ഈസി ആയിട്ട് കോർട്ടുവ സേവ് ചെയ്യുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനത്തെ പ്രഷർ പോയിന്റിലൊക്കെ പെനാൽറ്റി എന്ന് പറയുമ്പോൾ പിക്ക് എ സ്പോട്ട് ഷൂട്ട്, ക്ലാസിക് പെനാൽറ്റി. അല്ലാതെ ഇങ്ങനെ ഗോൾ കീപ്പറിൻ്റെ ബോഡി മൂവ്മെൻറ്റ് വാച്ച് ചെയ്ത് ലാസ്റ്റ് മിനിറ്റ് വരേക്കും ഡിസിഷൻ പെൻഡിങ്ങിൽ വെക്കുന്നത്, ഐ ആം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് പെനാൽറ്റി. ഉള്ള കാര്യം പറയാമല്ലോ, പെനാൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക് പെനാൽറ്റീസ്, പിക്ക് എ സ്പോട്ട് ഷൂട്ട്. അതിപ്പം ബോട്ടം കോർണർ ആയാലും ശരി, ടോപ്പ് കോർണർ ആയാലും ശരി, പിക്ക് എ സ്പോട്ട് ഷൂട്ട്. എനിവേ അങ്ങനെ പെനാൽറ്റി മിസ് ചെയ്യുന്നു. എല്ലാ റൈവൽ ഫാൻസ് തുടങ്ങിയില്ലേ, പിന്നെ റെമോൺടാഡ. എനിവേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് റൈസ് എംബാപ്പയെ ഫൗൾ ചെയ്തിട്ട് അവർക്കൊരു പെനാൽറ്റി കിട്ടുന്നത്. അത് VAR റെഫറിയോട് പറയുന്നു, മോനെ പോയി ചെക്ക് ചെയ്യ്, ഐ തിങ്ക് യു മെയ്ഡ് എ റോങ് ഡിസിഷൻ എന്ന് റെഫറി പോയി ചെക്ക് ചെയ്യുന്നു. അത് ഓവർടേൺ ചെയ്യുന്നു. അത് ഫൗളല്ല, കാരണം റൈസ് എംബാപ്പേനെ ഹോൾഡ് ചെയ്ത് പുൾ ഡൗൺ ചെയ്യുന്നില്ല. എംബാപ്പെ അതിനകത്തോട്ട്, ആ ചാലഞ്ചിനകത്തോട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ് ആ പെനാൽറ്റി കിട്ടാൻ വേണ്ടി. അങ്ങനെ റൈസിന് യെല്ലോ കാർഡും കൊടുക്കുന്നു. യെല്ലോ കാർഡും ഓവർടേൺ ചെയ്യുന്നു, ഈ പെനാൽറ്റി ഡിസിഷനും ഓവർടേൺ ചെയ്യുന്നു. ഫസ്റ്റ് ഹാഫ് അങ്ങനെ 0-0 എന്ന രീതിയിൽ തീരുന്നു. യു വിൽ നോട്ട് ബിലീവ്, റായയ്ക്ക് ഒരു സേവ് പോലും നടത്തേണ്ട കാര്യം വന്നില്ല. കാരണം റിയൽ മാഡ്രിഡിൻ്റെ ഷോട്ട് ഓൺ ടാർഗറ്റ് 0 ആയിരുന്നു. 0 ഹാഫ് ടൈമിൽ 0. അങ്ങനെ ഹാഫ് ടൈമിലും ഡ്രാമ തീരുന്നില്ലേ. ഹാഫ് ടൈമിൽ സാക്ക അകത്തേക്ക് പോകുമ്പോൾ, ടണലിനകത്തേക്ക് പോകുമ്പോൾ കാർവഹാൽ വന്നിട്ട് അവൻ സാക്കയുമായിട്ട് ഏതാണ്ടൊക്കെ സംസാരിക്കുന്നു. മൈൻഡ് ഗെയിം, എഗെയിൻ മൈൻഡ് ഗെയിം. അപ്പോൾ ബെൻ വൈറ്റ് വന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുന്നു. ഈ ഫസ്റ്റ് ഹാഫിൽ വെച്ചിട്ട് എനിക്ക് കാണാൻ പറ്റിയത് ബേസിക്കലി മൈൻഡ് ഗെയിം അല്ലാതെ ഇവരുടെ ഭാഗത്തുനിന്നൊരു ആക്ച്വൽ ഗെയിം ഇല്ലായിരുന്നു. റോഡ്രിഗോ ലൂയിസ് കെല്ലി ലോക്ക് ചെയ്തു.
എംബാപ്പെ സലീബ ലോക്ക് ചെയ്തു. നമ്മുടെ വിനി ടിംബർ പൂട്ടി വെച്ചേക്കുമായിരുന്നു. അന്നേരം എങ്ങനെ ഗോൾ അടിച്ച അത് സലീബയുടെ മിസ്റ്റേക്ക്, സലീബയുടെ സ്റ്റുപ്പിഡ് മിസ്റ്റേക്ക്. അത് ഗിഫ്റ്റാണ്, അല്ലാതെ വിനിയുടെ കഴിവ് കൊണ്ടൊന്നും അത് ഗോളായതൊന്നുമല്ല. വിനീനെ ടിംബർ പോക്കറ്റിലിട്ട് വെച്ചേക്കുമായിരുന്നു, പോക്കറ്റിൽ. ഞാൻ റിയൽ മാഡ്രിഡ് ഫാൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ വളരെ ഫെയർ ആയിട്ടൊരു ഒരു ക്വസ്റ്റ്യൻ വെക്കുകയാണ്. ഈ പറയുന്ന വിനി, ഈ പറയുന്ന റോഡ്രിഗോയിനെയും നിങ്ങൾക്ക് ഒന്ന് റീഇവാലുവേറ്റ് ചെയ്യേണ്ട സമയമായില്ലേ? സീരിയസ്ലി, ആർ ദേ ലിവിങ് അപ്പ് ടു ദെയർ ലെവൽ? ഈ ലെഗ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാ മാഡ്രിഡ് ഫാൻസിനും അറിയാം, എല്ലാ മാഡ്രിഡ് പ്ലെയേഴ്സിനും അറിയാം. ഇതൊന്നും പിച്ചിൽ കണ്ടില്ലല്ലോ. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ 1 ചേഞ്ചസ് നടത്തുന്നു. ആൻസലിറ്റോ, റോഡ്രിഗോ മാറ്റുന്നു, വാക്വസിനെ മാറ്റുന്നു, ആലബേനെ മാറ്റുന്നു. പകരം വരുന്നത് ഡാനി സബായോസ്, ഗാർസിയ, എൻട്രിക് എന്നീ പ്ലെയേഴ്സാണ്. ഇവർ വന്നിട്ടും വലിയ മാറ്റമൊന്നും വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 65th മിനിറ്റിൽ നമ്മുടെ പയ്യൻ സ്റ്റാർ ബോയ് സാക്ക വൻ തിരിച്ചുവരവ് നടത്തി ഒരു ഗോൾ അടിക്കുന്നത്. വളരെ ബ്രില്യൻറ്റ് ചിപ്പ് ഗോൾ, ബ്രില്യൻറ്റ് ഗോൾ. ആ കോൺഫിഡൻസ് നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ. ഒരു പെനാൽറ്റി മിസ് ചെയ്തിട്ട് ആ ഒരു ഗോൾ സ്കോർ ചെയ്യാനുള്ള ആ ഒരു മെൻറ്റൽ സ്ട്രെങ്ത്, ഹി കെയിം ബാക്ക് ഇൻ ടു ദ ഗെയിം. അത് റൂഡിഗറിനെ വെറും എന്താണ് ലൈക്ക് ഹി ഗോസ്റ്റഡ് റൂഡിഗറിൻ്റെ സൈഡിൽ റൂഡിഗർ ട്രാക്കേ ചെയ്തില്ല. റൂഡിഗറിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോവുമായിരുന്നു. റൂഡിഗർ ഇങ്ങനെ ബോൾ വാച്ചിങ് ആയിരുന്നു. അതേസമയം സാക്ക അത് കട്ടിങ് ചെയ്ത് നൈസായിട്ട് മെറീനോ പാസ് ചെയ്യുന്നു, ചിപ്പ് അടിക്കുന്നു. സ്റ്റാർ ബോയ് അങ്ങോട്ട് സ്കോർ ചെയ്ത് അതൊന്ന് ഞാനൊന്ന് ആഘോഷിച്ചൊന്ന് വരുമ്പോഴത്തേക്ക് ദാണ്ട കിടക്കുന്നത് സലീബയുടെ ഓവർ കോൺഫിഡൻസ് മൂവ്. സലീബയുടെ കയ്യിൽ നിന്ന് ബോൾ തട്ടിപ്പറിച്ച് എടുത്ത് വിനി ഒരു ഗോൾ അടിക്കുന്നു. ഇതിന് തൊട്ടു മുമ്പ് സലീബ ഇതുപോലെ തന്നെ ഒരു മിസ്റ്റേക്ക് മിഡിൽ ഓഫ് ദി ഗ്രൗണ്ടിൽ നടത്തിയായിരുന്നു. അത് ഭാഗ്യം കൊണ്ട് അത് കോർണറായിട്ട് കൺവേർട്ട് ആവുമായിരുന്നു. അപ്പോഴേ സലീബ സോറി എല്ലാ ടീംസിനോടും പറഞ്ഞാണ് സോറി, ഇറ്റ് ഈസ് മൈ മിസ്റ്റേക്ക് എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അത് ലാസ്റ്റ് മിസ്റ്റേക്ക് ആയിരിക്കുമെന്ന്. പക്ഷേ കിടക്കുന്നു. പക്ഷേ എനിക്ക് ദേഷ്യം വന്നാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനി വരുന്നത് സലീബ കാണുന്നുണ്ട്. എന്നിട്ട് സലീബ ഈസ് ട്രൈങ് ടു ബി ടു കോൺഫിഡൻറ്റ്. എന്താ പറയുക, അവനെ നഡ്മഗ് ചെയ്യാനാണ് നോക്കിയത് വിനീനെ. ദാറ്റ് ഈസ് വെരി, എന്താ പറയുക ഇതിന്, വി ആർ വിന്നിങ് കംഫർട്ടബിളി. എന്തിനങ്ങനെ ഒരു റിസ്കി ഡിസിഷൻ അവിടെ എടുക്കണം? കീപ് ദ ബോൾ, ഡോണ്ട് ലൂസ് ദ പൊസഷൻ, കീപ് ദ ബോൾ, കീപ് us in the game. ഇതാണ് ചെയ്യേണ്ടത്. എനിവേ എനിക്ക് അങ്ങനെ കൂടുതൽ ക്രിട്ടിക് ആവണമെന്നില്ല സലീബയെ പറ്റി. ബിക്കോസ് ഹി ഹാഡ് അതൊഴിച്ച് ആ 2 ഇൻസിഡൻറ്റ് ഒഴിച്ച് സലീബ വാസ് സോളിഡ്. എംബാപ്പെ സ്റ്റെപ്പ് ഓവറൊക്കെ ചെയ്ത് സലീബനെ കടന്നു പോകാൻ നോക്കിയെങ്കിലും സലീബ ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. രണ്ടുപേരും ഫ്രഞ്ച് ടീം ഇൻ്റർനാഷണൽസ് ആയതുകൊണ്ട് ഇവർക്ക് ആ ട്രെയിനിങ് ഗ്രൗണ്ടിൽ എംബാപ്പെ എങ്ങനെയാണെന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ സലീബ ആർസണലിന് വരുന്നതിന് മുമ്പ് ഫ്രഞ്ച് ലീഗിലായിരുന്നല്ലോ. എംബാപ്പയുമായിട്ട് ഏറ്റുമുട്ടുമ്പം അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് സലീബയ്ക്കുണ്ട്. സോ അതുകൊണ്ട് സലീബ വാസ് ഏബിൾ ടു ഹാൻഡിൽ എംബാപ്പെ റിയലി വെൽ. അങ്ങനെ നമ്മൾ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അവർ ഗോൾ അടിക്കുന്നു. ഓക്കെ, അങ്ങനെ ആ ഗെയിം 69th മിനിറ്റിൽ അങ്ങനെ ഈ എന്താണ് പഴയ രൂപത്തിലാവുകയാണ്. 3 goal ഡെഫിസിറ്റ് എന്നുള്ള പഴയ രൂപത്തിലാവുകയാണ്. പക്ഷേ ആ ഗോൾ കയറി കഴിഞ്ഞ് വി കൺട്രോൾ ദ ഗെയിം റിയലി വെൽ. ചുമ്മാ ആവശ്യമില്ലാതെ പൊസഷൻ ലൂസ് ചെയ്യുന്ന പരിപാടിയൊക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. നല്ല രീതിയിൽ ആ ഗെയിം കൺട്രോൾ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പം എംബാപ്പയ്ക്ക് ഒരു ഇഞ്ചുറി വരുന്നു. എംബാപ്പേനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പകരം നമ്മുടെ മോഡ്രിച്ച് കയറി വരുന്നു. അങ്ങനെ 1-2 പ്ലെയേഴ്സിനെ മാറ്റുന്നു. നമ്മുടെ സൈഡിൽ നിന്ന് ആകെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സാക്കേനെ മാത്രമാണ്. സാക്കേനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ട്രോസാർഡ് വരുന്നു. അങ്ങനെ ആ ഗെയിം 70 കഴിയുന്നു, 80 കഴിയുന്നു. പൊസഷൻ, വി ഹാവ് ദ കൺട്രോൾ, വി ഹാവ് ദ പൊസഷൻ, വി ആർ പ്ലേയിങ് എ വെരി ഗുഡ് ഗെയിം. അങ്ങനെ ആ ഗെയിം 90th മിനിറ്റിലേക്ക് വരുന്നു. ഒരു വണ്ടർഫുൾ കൗണ്ടർ അറ്റാക്ക് മൂവ്മെൻറ്റിലൂടെ മാർട്ടിനെല്ലി റണ്ണിങ് ബിഹൈൻഡ് ദ ലൈൻ ആ ബോൾ എടുക്കുന്നു, കട്ടിങ് ചെയ്യുന്നു, സ്കോർ ചെയ്യുന്നു. വാട്ട് എ ഗോൾ, വാട്ട് എ നൈറ്റ് ഫോർ ആർസണൽ ഫാൻസ്. ഇത്രയും സന്തോഷിച്ച ഒരു ഫുട്ബോളിംഗ് മൂവ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ബാർസലോണയെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വെച്ച് തോൽപ്പിച്ചപ്പോഴാണ്. 2-1 ആ 2 ഗോളിൽ അർഷാവിനും ജാക്ക് വിൽഷറുമാണ് ആ 2 ഗോൾ അടിച്ചത്. ഇത്രയും സന്തോഷിച്ച ഒരു മൂവ്മെൻറ്റ് ചാമ്പ്യൻസ് ലീഗിൽ ഡെഫിനറ്റ്ലി അതായിരുന്നു. അതിലും ബെറ്ററാണ് ഇത്.
നമ്മൾ എവിടെ നിന്ന് എവിടെ വന്ന് നിൽക്കുകയാണല്ലേ. ബയേൺ മ്യൂണിക് 10-2 അഗ്രിഗേറ്റിൽ നിന്ന് നമ്മളിപ്പോൾ റിയൽ മാഡ്രിഡിനെ 5-1 അഗ്രിഗേറ്റിൽ വന്ന് നിൽക്കുന്നു. എന്താ അല്ലേ. ഐ ആം റിയലി പ്രൗഡ് ഓഫ് ദിസ് ടീം. റിയൽ മാഡ്രിഡിന് എന്താ സംഭവിച്ചതെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരു ഗെയിം പ്ലാൻ ഇല്ല, ദേ ആർ നോട്ട് എ യൂണിറ്റ്. എന്നാൽ അതേ സമയത്ത് ആർസണൽ എന്ന് പറയുന്ന ഒരു യൂണിറ്റായിട്ട് കളിക്കുകയായിരുന്നു. സോ ദാറ്റ് പെയ്ഡ് ഓഫ്. യു ക്യാൻ ഹാവ് ഓൾ ദ സ്റ്റാർസ് ഇൻ യുവർ ടീം, പക്ഷേ ഒരു യൂണിറ്റായിട്ട് കളിച്ചില്ലെങ്കിൽ, ഒരു ഗെയിം പ്ലാനോടെ കളിച്ചില്ലെങ്കിൽ റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഒക്കെ ഒരു പരിധി വരെ ടീമിനെ ക്യാരി ഫോർവേഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ ടീമിനൊരു ഐഡൻറ്റിറ്റി വേണം, ടീമിനൊരു സ്ട്രാറ്റജി വേണം. ദാറ്റ് ലാക്ക് ഓഫ് സ്ട്രാറ്റജി, ദാറ്റ് ലാക്ക് ഓഫ് ഐഡൻറ്റിറ്റിയാണ് റിയൽ മാഡ്രിഡിനെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. മറ്റൊരു മത്സരം ഇന്റർ വേഴ്സസ് ബയേൺ ആയിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇതിലും കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ഗെയിം എന്ന് തന്നെ പറയണം. ഇത് ചുമ്മാ പ്രഷർ മാത്രമേ ഉള്ളായിരുന്നു, ബിൽഡപ്പ് പ്രഷർ. അല്ലാതെ വെൻ ഇറ്റ് കംസ് ടു ആക്ച്വൽ ഗെയിം അത്ര വലിയ ത്രില്ലിംഗ് ഒന്നും അല്ലായിരുന്നു. ഫസ്റ്റ് ലെഗ് ആയിരുന്നു കുറച്ചുകൂടെ രസം കാണാൻ. സെക്കൻഡ് ലെഗ് ഇറ്റ് വാസ് ഓൾ അബൌട്ട് ഫിനിഷിങ് ദ ജോബ്. പക്ഷേ ഇന്റർ വേഴ്സസ് ബയേൺ അങ്ങനെയല്ലായിരുന്നു. ആദ്യം തന്നെ ബയേൺ സ്കോർ ചെയ്യുന്നു, ഹാരി കെയ്ൻ സ്കോർ ചെയ്യുന്നു. അപ്പോൾ ടൈ ഈക്വൽ ആവുകയായിരുന്നു. ഓക്കെ, പിന്നെ അപ്പം തന്നെ അതിൻ്റെ പുറകെ മാർട്ടിനേസ് സ്കോർ ചെയ്യുന്നു. അപ്പം ദേ ഗോ അഹെഡ് എഗെയിൻ. അതിനുശേഷം പിന്നെ ഇന്റർ ലീഡിലേക്ക് വരുന്നു, ഒരു ഗോളൂടെ കുഷൻ കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് ബയേൺ എറിക് ഡയർ മറ്റൊരു ഗോൾ അടിക്കുന്നു. അങ്ങനെ ആഫ്റ്റർ ദാറ്റ് നത്തിങ് ഹാപ്പൻ. ബേസിക്കലി 2-2 എന്ന നിലയിൽ ആ ഗെയിം അവസാനിക്കുകയായിരുന്നു. ഞാൻ ആ ഗെയിം വാച്ച് ചെയ്തില്ല, ഓഫ് കോഴ്സ്. എൻ്റെ ഫോക്കസ് ഫുള്ള് ആർസണലിലായിരുന്നു. ദിസ് ഇസ് ഹൗ ദാറ്റ് ഗെയിം എൻഡഡ്. അങ്ങനെ ഇന്റർ ആർ ഓൾസോ ഇൻ ടു ദ സെമി ഫൈനൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഇതുപോലത്തെ കൂടുതൽ കോണ്ടൻറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ്.